ഹലോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലവ്ലി വ്യൂവേഴ്സ്. ഒരു പ്രെറ്റി ഓംലേറ്റ് ഉണ്ടാക്കിയാലോ? വർഷങ്ങളായി ഞാൻ എന്നിൽ തന്നെ ഉറക്കിക്കിടത്തിയ കലാകാരിയെ ഇന്ന് പുറത്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 എഗ്ഗ് വേണം. ഇനി ഇതിന് നമുക്ക് എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ കൈ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെന്താ രണ്ടും 2 കളർ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചേ? അതെന്നെ ഞാനും ചിന്തിച്ചേ. ഇനി ഞാൻ പ്രെറ്റി ആയിട്ടുള്ള കുറച്ച് ചെറിയ ടൊമാറ്റോസ് എടുക്കുകയാണ്. ഇതിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. എന്താണെന്ന് അറിയത്തില്ല, ചെറിയ ടൊമാറ്റോസ് കട്ട് ചെയ്യുമ്പം എനിക്ക് ചെറിയുടെ ഒരു മണം പോലെ തോന്നും. പക്ഷേ ചെറിയും ടൊമാറ്റോയിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ചെറിയ ടൊമാറ്റോ എന്ന് വിളിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. ടൊമാറ്റോസ് കുറച്ചധികം വേണം. നമ്മളിത് വെച്ചിട്ട് ഫ്ലവറിൻ്റെ പെറ്റൽ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു പാൻ എടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിൽ കുക്കിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. എന്ത് കൈൻഡ് ഓഫ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച എഗ് വൈറ്റ് ഇല്ലേ, അത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് എഗ് യോക്ക് വച്ചു കൊടുക്കാം. ഒരു റിസ്കി പ്രോസസ്സാണ്, പക്ഷേ യോക്ക് ബ്രേക്ക് ആവാതെ ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു. അങ്ങനെ 2 എണ്ണവും വച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ടൊമാറ്റോ ഇല്ലേ, അത് ഒന്നൊന്നായിട്ട് വച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ ഫ്ലവറിൻ്റെ പെറ്റൽസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഫ്ലവറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി സ്റ്റെം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റെമ്മിനായിട്ട് ഞാൻ എടുത്തത് ഏതോ ഒരു ഇലയാണ്. മല്ലിയില കിട്ടാത്ത കാരണം. അപ്പോൾ ഇതിൻ്റെ പേരറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇനി അടുത്തത് ലീഫ് വയ്ക്കാൻ പോവുകയാണ്. തോന്നിയ സ്ഥലത്തൊക്കെ ഞാൻ ലീഫ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മാക്സിമം ആർട്ട് വർക്ക് കൊണ്ട് കവർ ചെയ്യുക, അതാണ് എൻ്റെ ഉദ്ദേശം. ഇനി ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, പക്ഷേ പ്ലേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. ഇത് പൊട്ടിപ്പോവാതെ എടുത്ത് പ്ലേറ്റിൽ വെക്കണമല്ലോ, അത് ടാസ്ക് ആയിരുന്നു. പക്ഷേ എനിവേ അത് കറക്റ്റായിട്ട് വന്നു. ഇതുണ്ടല്ലോ, ഇത് കാണാനുള്ള ഭംഗി ഉണ്ടായിരുന്നുള്ളൂ. ഇതിലൊരു ഇല വെച്ചില്ലേ, അതിന് വെറ്റിലയുടെ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എനിവേയ്സ്, നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇല വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, ബൈ.